ഹൈദരാബാദ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഈ പടുകൂറ്റൻ മതിലുകൾ വെറുമൊരു നിർമ്മിതിയല്ല. ഇത് ഡെക്കാൻ പീഠഭൂമിയുടെ ചരിത്രം മാറ്റി എഴുതിയ ഗോൽക്കൊണ്ടയാണ്. കരിങ്കൽ പാളികളിൽ കോറിയിട്ട ഒരു പുരാതന കാവ്യം. 13-ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശം ഒരു കുന്നിൻ മുകളിൽ പണിത ചെറിയൊരു മൺകോട്ടയിൽ നിന്നാണ് ഗോൽക്കൊണ്ടയുടെ തുടക്കം. പിൽക്കാലത്ത് ഖുതുബ് ഷാഹി രാജവംശം ഈ മണ്ണിൽ ആധിപത്യം ഉറപ്പിച്ചതോടെ ഗോൽക്കൊണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ കോട്ടകളിലൊന്നായി മാറി. 10 കിലോമീറ്ററോളം നീളുന്ന ഇതിന്റെ ചുറ്റുമതിലുകൾ അക്കാലത്തെ യുദ്ധ തന്ത്രങ്ങളുടെയും വാസ്തുവിദ്യയുടെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. ഗോൽക്കൊണ്ടയുടെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടുത്തെ ശബ്ദശാസ്ത്രമാണ്. കോട്ടയുടെ പ്രവേശന കവാടമായ ഫത്തേ ദർവാസയിൽ നിന്ന് കൈയടിച്ചാൽ ഏകദേശം 480 അടി ഉയരത്തിലുള്ള ബാലാഹിസാർ കൊട്ടാരത്തിൽ അത് വ്യക്തമായി കേൾക്കാം. ശത്രുക്കളുടെ വരവ് പെട്ടെന്ന് അറിയിക്കാനായി അന്നത്തെ എഞ്ചിനീയർമാർ ഒരുക്കിയ അത്ഭുതകരമായ ഒരു ആശയമായിരുന്നു അത്. ലോകപ്രശസ്തമായ കോഹിനൂർ വജ്രം ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള പല വജ്രങ്ങളും ഖനനം ചെയ്തെടുത്തത് ഈ ഗോൽക്കൊണ്ടയുടെ മണ്ണിൽ നിന്നാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാര കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ വജ്രങ്ങളുടെ നഗരം എന്നും ഗോൽക്കൊണ്ട അറിയപ്പെടുന്നു. കോട്ടയുടെ ഓരോ കല്ലിലും ആ പഴയ പ്രതാപത്തിന്റെ തിളക്കം എന്നും കാണാം. പ്രണയിനി ഭാഗ്നമതിയെ കാണാൻ രാജ്യം ഉപേക്ഷിച്ച് ഒളിച്ചോടാൻ തുടങ്ങിയ മുഹമ്മദ് ഖുലി ഖുതുബ് ഷായെ പിതാവ് തടവറയിൽ അടച്ചതും പിന്നീട് സ്നേഹം തിരിച്ചറിഞ്ഞ് വിട്ടയച്ചതും ഈ കോട്ടയിൽ വെച്ചായിരുന്നു. ഭാഗ്നമതി പിന്നീട് മുഹമ്മദ് ഖുലിയുടെ രാജ്ഞിയായി. പടുകൂറ്റൻ പീരങ്കികളും നിഗൂഢമായ തുരങ്കങ്ങളും തകർക്കാനാവാത്ത വാതിലുകളും കടന്ന് മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ഈ കോട്ട പിടിച്ചടക്കിയതോടെ ഒരു യുഗത്തിന് അന്ത്യമായി. എങ്കിലും തകർന്നു വീണ ഈ ചുവരുകൾക്ക് ഇന്നും നമ്മോട് പലതും പറയാനുണ്ട്. ഇന്ന് ഗോൽക്കൊണ്ട ഒരു സ്മാരകം മാത്രമല്ല, അത് ഹൈദരാബാദിന്റെ ആത്മാവാണ്.